എല്ലാവർക്കും ഷസാവേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാന്ദ്രദിനത്തിനെക്കുറിച്ചുള്ള ക്വിസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 21. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര്? രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷം 1984. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969 ജൂലൈ 21. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി. ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ആര്യഭട്ട. ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ചുറ്റിയത്? 108 മിനിറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ, തിരുവനന്തപുരം. ബഹിരാകാശത്തിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? കൽപ്പന ചൗള. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ശുക്രൻ. ഇന്ത്യയുടെ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യൻ ആര്? നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം സിലിക്കൺ. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം അമേരിക്ക. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏത്? അപ്പോളോ 11. ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിലിറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര്? പ്രശാന്തിയുടെ സമുദ്രം. നാസയുടെ പൂർണ്ണ രൂപം? നാഷണൽ എയറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ചൊവ്വ. ഇത് മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം. ഈ പ്രശസ്തമായ വാക്കുകൾ ആരുടേതാണ്? നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ ഗർത്തങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. ആദ്യമായി ബഹിരാകാശത്ത് പോയ നായക്കുട്ടിയുടെ പേര് ലൈക്ക. അപ്പോളോ 11 നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി ആര്? മൈക്കിൾ കോളിൻസ്. ദ ഫേസ് ഓഫ് മൂൺ ആരുടെ കൃതിയാണ്? റൽഫ് ബെൽഗ്നാഫ് ബാൾഡിൻ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക് അപ്പാച്ചെ. അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചത് ആരെ? കൽപ്പന ചൗള. ഡയമണ്ട് റിംഗ് എന്ന പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൂര്യഗ്രഹണം. ചന്ദ്രനിൽ കണ്ടെത്തിയ ഗർത്തങ്ങളിൽ ഏറ്റവും വലിയ ഗർത്തം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബെയ്ലി ഗർത്തം. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്? ആര്യഭട്ടൻ. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത്? ലൂണാർ റോവർ 1971. ഇന്ത്യയുടെ ആദ്യ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഏത്? ഭാസ്കര 1.
ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര്? സുനിത വില്യംസ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? അലൻ ഷെപ്പേർഡ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ചാൾസ് ഡ്യൂക്ക്. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം ഏത്? ചാങ് 3. ചാന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? എം അണ്ണാദുരൈ. നാം ജീവിക്കുന്ന ഗ്രഹം ഏത്? ഭൂമി. സൗരയൂഥത്തിന്റെ കേന്ദ്രം? സൂര്യൻ. സൗരയൂഥത്തിൽ ആകെ എത്ര ഗ്രഹങ്ങൾ ഉണ്ട്? 8. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത്? ബുധൻ. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏത്? ഭൂമി. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം? ഭൂമി. ഒരു വ്യാഴവട്ടം എന്നത് എത്ര വർഷം? 12 വർഷം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം? ബുധൻ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം? വ്യാഴം. ആകർഷകമായ വലയങ്ങൾ ഉള്ള ഗ്രഹം ഏത്? ശനി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം? വ്യാഴത്തിലെ ഉപഗ്രഹമായ ഗനീമീഡ്. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം? ചന്ദ്രൻ. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം? കറുപ്പ്. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം? ശനി. ഇതുവരെ ആകെ എത്ര പേർ ആണ് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ളത്? 12 പേർ. ഗൃഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? പ്ലൂട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമാണ് ചാന്ദ്രയാൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം? ISRO, ബാംഗ്ലൂർ. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം? ആപ്പിൾ, 1987. വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? എജുസാറ്റ് 2004. 2014 ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹം? മംഗൾയാൻ. ചാന്ദ്രയാൻ 2 റോവറിൻ്റെ പേര്? പ്രഗ്യാൻ. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡ്. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? തുമ്പ. ഈ വീഡിയോ ചാന്ദ്രദിന ക്വിസ് വീഡിയോയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.